ഇവയിൽ എത്തിപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു ഇവയിൽ നമ്മുടെ നൗക്കർ വഴിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ കയറിയത്. അപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു കോൺട്രാക്ട് അവർ റീച്ച് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവയാണ് കമ്പനി എന്ന് പറഞ്ഞു. അത് 6 months ആയിരുന്നു. അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് കയറി, അതും റിമോട്ടായിരുന്ന സമയത്ത്. സ്റ്റുഡൻസിന് ആഗ്രഹമുള്ളൊരു കമ്പനിയാണ് ഇവയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഇവൈ അല്ലെങ്കിൽ ബിഗ് ഫോർ, ഇപ്പോൾ ഡെലോയിറ്റ്, PwC, KPMG അങ്ങനത്തെ ബിഗ് ഫോറിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരിയധികം സ്റ്റുഡൻസ്, BTech ബാക്ക്ഗ്രൗണ്ട്, BCom, BBA പഠിക്കുന്ന സ്റ്റുഡൻസ്, നമ്മളെ കൂടെ തന്നെ പഠിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു ഡ്രീം ജോബാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഇവ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കറിയാണെങ്കിൽ മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെന്നാണ്. അപ്പോൾ ഇവിടെ BTech ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ തന്നെ ഇത്ര വാസ്റ്റ് ഒരു വെർട്ടിക്കൽസ് അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ കൊച്ചിയിനകത്ത് തന്നെ. മീലിൽ എന്താ പറയുക, നമുക്ക് 2 type റൈസ് ഉണ്ട്, 3 type കറിയായിട്ടുണ്ട്, പിന്നെ ഡെസേർട്ട് ഉണ്ട്, പിന്നെ നോൺ വെജ് ഉണ്ട്. എനിക്ക് വെജിനാണെങ്കിൽ ബേസിക്കലി പിന്നെ സലാഡ് ഉണ്ട്. 60 രൂപ സംതിങ് ആണ് വരുന്നത്. ലഞ്ചും ഈവനിങ് സ്നാക്സ് ഒക്കെ അവർ തന്നെ കവർ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഈവനിങ് മോസ്റ്റ് ഓഫ് ദ എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാലറി പാക്കേജസ് ആണ്. അപ്പം ഈ ആൾഫിന് ഇന്റേണായിരുന്ന സമയത്ത് ഫസ്റ്റ് ജോബിന് എത്രയായിരുന്നു കിട്ടിയത്? അത് അൺപെയ്ഡ് ആയിരുന്നു? പിന്നീട് എങ്ങനെയായിരുന്നു ഇവയുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറും ഇപ്പോൾ 3.5 years ആയില്ല ഇവയിൽ? ഇപ്പോൾ ഓരോ വർഷം ആ ഒരു ട്രജക്ടറി എന്ന് പറഞ്ഞുതരാം. അത് ഇനിഷ്യലി എന്താ പറയുക, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് ആൽഫിൻ ജോൺസൺ. വളരെ ബിസി ഷെഡ്യൂൾഡ് ഇടയിൽ ഒരു ദിവസം ലീവ് ഉള്ളൂ ഒരാഴ്ചയിൽ. ആ ഒരു ദിവസം ലീവ് നമ്മളോട് വന്നിട്ടുണ്ട്. 2 ദിവസം ലീവ് ഉണ്ട്, അതിൽ സാറ്റർഡേ ആണ് നമ്മളോട് വന്നിരിക്കുന്നത്. അപ്പം ആൽഫിൻ EY, ഏൺസ്റ്റ് & യങ് എന്നുള്ള ബിഗ് 4 കൺസൾട്ടിങ് കമ്പനി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫേമിനകത്ത് ബിഗ് 4 എന്ന് പറയുന്ന ഒരു കമ്പനിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആൽഫിൻ ഞങ്ങളുടെ ആൽഫിൻ്റെ വർക്ക് എക്സ്പീരിയൻസും എങ്ങനെയാണ് EYയിൽ വന്ന് കയറിയത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റുഡൻസിന് ആഗ്രഹമുള്ള ഒരു കമ്പനിയാണ് EYയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. EY അല്ലെങ്കിൽ ബിഗ് ഫോർ, ഇപ്പോൾ ഡെലോയിറ്റ്, PwC, KPMG അങ്ങനത്തെ ബിഗ് ഫോറിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരിയധികം സ്റ്റുഡൻസ്, BTech ബാക്ക്ഗ്രൗണ്ട്, BCom, BBA പഠിക്കുന്ന സ്റ്റുഡൻസ്, നമ്മളെ കൂടെ തന്നെ പഠിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു ഡ്രീം ജോബാണ്. അപ്പോൾ ആ ഡ്രീം ജോബ് കഴിഞ്ഞ് 3 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ആൽഫിൻ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്ന് എത്തിപ്പെട്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആൽഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. ഏത് നാട്ടായിരുന്നു, എവിടെയാണ് പഠിച്ചത്, എന്താ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്? സോ ഞാൻ ജനിച്ചു വളർന്നതും എല്ലാം നമ്മുടെ അങ്കമാലിയിലാണ്, സ്ഥലം എറണാകുളം. സോ പഠിച്ചത് എൻജിനീയറിംഗ് പഠിച്ചത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ്, അവിടെയാണ് എൻജിനീയറിംഗ് പഠിച്ചത്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വൺസ് പാസ് ഔട്ട് ആയതിനു ശേഷം കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തു. വൺസ് സ്റ്റാർട്ടപ്പിൽ ഏകദേശം 1.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ പേര് യുവിക്കോ ടെക്നോളജീസ് ആണ് കമ്പനിയുടെ പേര്. തിരുവനന്തപുരം ബേസ് ചെയ്താണ്. അപ്പോൾ കൊറോണ ടൈം ആയിരുന്നു ആ സമയം. ഓക്കെ, പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഡൊമൈൻ മെയിനായിട്ട് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, റീറ്റെയിലാണ്. അപ്പോൾ മെയിനായിട്ട് കൈൻഡ് ഓഫ് വർക്ക് ചെയ്തത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. ജോയിൻ ചെയ്തത് എന്താ പറയുക, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ ലേറ്റർ ഓൺ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡ് ടു എൻഡ് എല്ലാ സൈഡിലും വർക്ക് ചെയ്ത് അത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. സോ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് പിന്നെ സ്വിച്ച് ചെയ്യേണ്ട സമയമായപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചാൻസ്. ഏകദേശം 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് യെസ്, അങ്ങനെ വർക്ക് ചെയ്തു. അവിടുന്ന് എന്തുകൊണ്ടാണ് അവിടുന്ന് എക്സിറ്റ് ആയത്? പിന്നെ അടുത്ത ജോബിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇവയിൽ? ഇവയിൽ എത്തിപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു ഇവയിൽ നമ്മുടെ നൗക്കർ വഴിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ കയറിയത്. അപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു കോൺട്രാക്ട് അവർ റീച്ച് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവയാണ് കമ്പനി എന്ന് പറഞ്ഞു. അത് 6 months ആയിരുന്നു. അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് കയറി, അതും റിമോട്ടായിരുന്ന സമയത്ത് ആ ഒരു 6 months അങ്ങനെ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തു. ദെൻ 6 months കഴിഞ്ഞപ്പോൾ അത് കൺവേർട്ടായിട്ട് ഇവയിലോട്ട് ഡയറക്റ്റ് ഹയറിംഗ് വന്നു. അങ്ങനെ ഫുൾ ടൈം ആയി. അപ്പോൾ ഇവയിൽ 6 മാസം ഒരു താൽക്കാലികം എംപ്ലോയി, കോൺട്രാക്ട് ബേസിൽ. പിന്നീട് 6 months കഴിഞ്ഞപ്പോൾ വർക്ക് പെർഫോമൻസ് ആയിട്ട് അവർ തന്നെ പെർമനന്റ് ആയി. ഓക്കെ, അതുകൊള്ളാം. അപ്പം ഈ ഇവയിനകത്ത് കയറിയ സമയത്ത് ആ ഇന്റർവ്യൂ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഇപ്പം ആൽഫിന്റെ കറണ്ട് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതിൽ സഹായിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? സോ മെയിൻ റിക്വയർമെന്റ് വന്നത്, ഇതിപ്പോൾ എൻ്റെ റോള് ക്ലയൻറ്റ് ഫേസിങ് ആയതുകൊണ്ട് റിക്വയർമെന്റ് കോൺട്രാക്റ്റിന്റെ സമയത്ത് മെയിനായിട്ട് ഒരു കോഡിംഗ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു.
ആൻഡ് 2 റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് ആയിരുന്നോ അതോ ഏതെങ്കിലും ഒരു ഡിഗ്രി ആയിരുന്നോ അതോ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് ആയിരുന്നു. ബിടെക് തന്നെ വേണം. എഞ്ചിനീയറിംഗ് ആയിരുന്നു സ്പെസിഫിക്കലി. കമ്പ്യൂട്ടർ സയൻസ് സ്പെസിഫൈഡ് ഉണ്ടായിരുന്നില്ല, എക്സ്പീരിയൻസ് ആണ് നോക്കിയത്. പക്ഷെ മിനിമം ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് ആയിരുന്നു. ബിടെക് ഉള്ള ആൾക്കാർ അവർ എടുക്കുന്നു. ബിടെക് പാസ് ആതോ ജസ്റ്റ് ലൈക് സപ്ലൈ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ സിറ്റുവേഷനോ ഡിഗ്രി മേടിച്ച ഒരാളായിരുന്നു? എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് വേണമെന്ന് തോന്നുന്നു. ബിടെക് സർട്ടിഫിക്കറ്റ്. യെസ്, അത് മാറാം. എന്താ പറയാ, നമ്മുടെ ഹയർ ചെയ്യുന്ന പൊസിഷൻസ് വെച്ച് മാറായിരിക്കാം. പക്ഷെ കറന്റ്ലി പാസ് ആവണം. എന്താ ഹയറിംഗ് പ്രോസസ്സിന്റെ സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് വെക്കണം, സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഈ ബിടെക് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അറിയാലോ സപ്ലിക്ക് ആയിട്ട് കിടക്കണേ. പ്രത്യേകിച്ച് നമ്മുടെ IPJ പുതിയ എന്തോ മാറ്റം വന്നില്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതും റോൾ സ്പെസിഫിക് ആണ്. ചില റോളുകൾക്ക് എഞ്ചിനീയർ വേണമെന്നില്ല, ചില റോളുകൾക്ക് അവർ മിനിമം റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ആയിരിക്കും. യെസ്. അപ്പൊ ഇനിയിപ്പോ ആൽഫിന്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുതരാം. അവിടെ കയറി ഇപ്പം ഒരു റൗണ്ട് കോഡിംഗ് ഇന്റർവ്യൂ നടത്തി. അത് ഏത് ലാംഗ്വേജിലായിരുന്നു കോഡിംഗ് ചോദിച്ചത്? എത്ര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ സമയത്ത്, ആ കോഡിംഗ് റൗണ്ട്? ഞാൻ കയറുന്ന സമയത്ത് എന്റെ ഡെസ്റ്റിനേഷൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ വിത്ത് ഡെവോപ്സ് ആയിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അത് ഓവറോൾ എന്താ പറയാ, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ മെയിൻലി കോഡിംഗ് ഉണ്ടായിരുന്നു. കോഡിംഗ് ഐ തിങ്ക് മോസ്റ്റ്ലി ജാവ സംതിങ് ആയിരുന്നു എന്റെ ആ സമയത്ത് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ്. അപ്പോൾ റിലേറ്റഡ് ടു ദാറ്റ് ആയിരുന്നു. പിന്നെ ഓവറോൾ എന്താ ഫ്രണ്ട് എൻഡ് സൈഡും DB സൈഡും പിന്നെ ഡെവോപ്സ് ക്ലൗഡ് സൈഡുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യനിലായിരുന്നു. ബിക്കോസ് റോൾ സ്പെസിഫിക് അങ്ങനത്തെ ആയിരുന്നു. എക്സാമ്പിൾ വൺസ് കയറി കഴിയുമ്പോൾ നമ്മൾ റോൾ മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ട് ആ സമയത്ത് ഞാൻ ഡിപ്ലോയ് ചെയ്ത ക്ലയന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്ന റോളാണ്. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയർ മെയിൻലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിന്റെ പ്രൊഡക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ, അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ, എന്തെങ്കിലും ബഗ്ഗൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ ജോബ് റോൾ സ്പെസിഫിക്കലി എന്താ പറയുക, ക്ലൗഡ് ഓറിയന്റഡ് ആണ്. നമുക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഇല്ല. അപ്പോൾ ആ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും എന്താ പറയുക ഇന്റർവ്യൂസ് ആയിരുന്നു മെയിൻ ആയിട്ട് വന്നത്. ഫസ്റ്റ് കോഡിംഗ് റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2 റൗണ്ട് ഓഫ് ഇന്റർവ്യൂ അവരുടെ ഏതെങ്കിലും മാനേജർ ആയിട്ടായിരിക്കും അല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും സർപ്രൈസിങ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് EY എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് ഫേം ആണെന്നാണ് പ്രധാനമായിട്ട്. അതായത് അക്കൗണ്ടിങ് പിന്നെ ബിസിനസ് കൺസൾട്ടിംഗ് തന്നെ നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു IT സർവീസസ് ആംഗിളും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടല്ലേ EY? അപ്പം ആൽഫിൻ പറയുന്നുണ്ടല്ലേ, നമ്മൾ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഇവർക്ക് അക്കൗണ്ടിങ് ആണോ വരുന്നത് അതോ ഈ IT സർവീസസ് ആണോ, എങ്ങനത്തെ ടൈപ്പാ വരുന്നത്? EY മെയിൻലി EY LLP ഉണ്ട്, EY പാർത്തൻ ഉണ്ട്. EY പാർത്തൻ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ബിൽഡിംഗ്, ബിസിനസ് സ്ട്രാറ്റജി ബിൽഡിംഗ് എവറിത്തിങ് ആണ്. EY LLP എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അതിൽ തന്നെ ബിസിനസ് കൺസൾട്ടിങ് ഉണ്ട്, ടെക്നോളജി കൺസൾട്ടിങ് ഉണ്ട്. ആൻഡ് അത് ഇനിയിപ്പോൾ ബിസിനസ് കൺസൾട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ MBA-കാരൊക്കെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് റിലവൻ്റ് വരുന്നത്. ഇനി അക്കൗണ്ടിങ് ഉണ്ട്, അക്കൗണ്ടിങ്ങിലാണ് നമ്മുടെ CA-കാർ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. യെസ്. പിന്നെ ഓഡിറ്റിംഗ് ഉണ്ട്, ടാക്സ് ആൻഡ് ഓഡിറ്റിംഗ്. അതുപോലെ വേറെ ഒരെണ്ണം EY GDS. പിന്നെ നമ്മുടെ ഗ്ലോബൽ ഡെലിവറി സർവീസ്. ആൻഡ് കറന്റ് നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്ലോബൽ ഡെലിവറി സർവീസ്. എനിക്ക് റീസെന്റ് ന്യൂസിൽ EY എക്സ്പാൻഡ് ചെയ്ത് കൊച്ചി എന്ന് പറഞ്ഞത് അതൊക്കെ ഗ്ലോബൽ ഡെലിവറി സർവീസ് ആണ് എക്സ്പാൻഡ് ചെയ്തത്. അതിലെന്തൊക്കെയാ പ്രോഡക്ട്സ് അവർ ഓഫർ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് അല്ല ഇവർ ഓഫർ ചെയ്യണ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ എന്താ ക്ലയന്റിന് റിസോഴ്സുകൾ, നമ്മൾ ക്ലയന്റിന് വേണ്ട റിസോഴ്സുകൾ കൊടുക്കാണ് ഡെലിവറി സർവീസിൽ. അപ്പോൾ ഇപ്പോൾ കറസ്പോണ്ടിങ് ക്ലയന്റ് റിക്വയർമെന്റ് എന്താ പറയുക, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലയന്റ് എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും അവർ എന്താ പറയുക റിസോഴ്സിനെ അവർ കൊടുക്കും. ക്യാപ്പബിൾ ആയിട്ടുള്ള അത്ര ക്വാളിറ്റി ആയിട്ടുള്ള റിസോഴ്സിന് അവർ കൊടുത്തിട്ട് അവരുടെ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനുണ്ടെങ്കിലോ അതോ എന്തെങ്കിലും സൊല്യൂഷൻ, ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിലോ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സർവീസ് അവർ ഡെലിവർ ചെയ്യും. അതാണ് മെയിനായിട്ട് അതിൽ വരാം ഡെലിവറി സർവീസിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്കും കാണുന്ന ആൾക്കാർക്കും ഭയങ്കര വലിയ ഒരു റെവലേഷൻ ആയത്. അതായത് EYയിൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. ഇപ്പൊ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് EY എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കറിയാണെങ്കിൽ മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെന്ന്. അപ്പൊ ഇവിടെ ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ തന്നെ ഇത്ര വാസ്റ്റ് ഒരു വെർട്ടിക്കൽസ് അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ കൊച്ചിനകത്ത് തന്നെ അല്ല. അപ്പം ആൽഫിൻ വർക്കറ്റ് ഓഫീസ് തന്നെയല്ലേ അതോ വർക്കറ്റ് റൂം ആണോ? ഞാൻ ഓഫീസിലാണ്. 5 ദിവസം ഓഫീസിൽ വരണോ അതോ? ഫ്ലെക്സിബിൾ ആണ്, കറന്റ് ഹൈബ്രിഡ് ആണ്. എപ്പോഴും ഓഫീസിൽ വരണമെന്നില്ല. കൂടുതൽ വർക്ക് ഓറിയന്റഡ് ആയിരിക്കുമല്ലോ, ഇന്ന ഗോൾസ് മീറ്റ് ചെയ്യാം. അത് പക്ഷെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെ ഭയങ്കര രസമായിരിക്കുമല്ലോ ആൽഫിന്റെ പോലത്തെ. കാരണം പ്രത്യേകിച്ച് അങ്കമാലിക്കാരനാന്ന് പറഞ്ഞത്. അപ്പൊ വീട്ടിൽ നിന്ന് പോയി വരുവാണോ അതോ ഹോസ്റ്റൽ എടുത്തിട്ടുണ്ടോ?
അല്ല, ഞാൻ എൻ്റെ ലൊക്കേഷൻ ബാംഗ്ലൂരാണല്ലോ. ഓ ബാംഗ്ലൂരാ. യെസ്. ഓ അപ്പൊ ആൽഫിൻ കൊച്ചിയിലല്ലേ വർക്കിങ്? അല്ലല്ല, ഓ അതാ ഞാൻ പറഞ്ഞത്, കൊച്ചിയിൽ GDS ആണ്, ഞാൻ EY LLP സ്പെസിഫിക് ആയിട്ട് പറയാം. പക്ഷെ എല്ലാം EY തന്നെയാണ്. പക്ഷെ ഞാൻ ബാംഗ്ലൂരാണ് കറണ്ട് ലൊക്കേഷൻ. ബാംഗ്ലൂരാണ് കറണ്ട് ലൊക്കേഷൻ. ഞാനിപ്പോ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ വന്ന, വർക്ക് ഫ്രം ഹോം എടുത്തു. അപ്പം കുറച്ച് ദിവസത്തേക്ക് നാട്ടില് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. യെസ്. അപ്പൊ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്യും. എത്ര ദിവസത്തെ വർക്ക് ഫ്രം ഹോമാ? ഇത് ഒരു 3 to 4 days. 3 to 4 days. യെസ്. അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സാലറി കട്ടിങ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. അവര് ഫുൾ സാലറി ജസ്റ്റ് പറഞ്ഞ വർക്ക് ചെയ്ത് കൊടുക്കണം, അത് മാത്രമേ. ഇനിയിപ്പോ നമുക്ക് ആൽഫിന്റെ ഒരു ജോബ്, ഒരു ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആൽഫിൻ എന്തായിരിക്കും? ഡേ ഇൻ ദ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ നമ്മൾ ഓഫീസിൽ എത്ര മണിക്ക് കയറണം, വർക്കറ്റ് ഓഫീസ് ആണെങ്കിൽ. കാരണം നമ്മളിപ്പോ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാൽ മറ്റു ആൾക്കാർ ഇപ്പം EY ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. EY പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ വ്യൂവേഴ്സ് ഉണ്ട്. കാരണം EY എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ഒരു ബ്രാൻഡ് ആണല്ലോ. കാരണം ആർക്കാണെങ്കിലും ശരിക്കും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അതിന്റെ ഒരു ടോട്ടൽ ബ്രേക്കപ്പ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇപ്പൊ BTech ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു CA ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ, CMA ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ, അവർക്ക് വേറെ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. പക്ഷെ ഈ BTech ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു BBA ബാക്ക്ഗ്രൗണ്ട്, BCom ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? അവരിപ്പം ആൽഫിന്റെ പോലത്തെ ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ EY ഒരു മോർണിംഗ് ടു ഈവനിങ് എന്തായിരിക്കും അവർക്ക് ഒരു ദിവസം പോണേ? സോ അഗൈൻ എല്ലാം എന്താ പറയുക, EY ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യണ, ടൈപ്പ് ഓഫ് റോൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതല്ല. പിന്നെ ക്ലയന്റ് ഏത് ക്ലയന്റ് അനുസരിച്ച് മാറും. ഇപ്പോൾ ഗ്ലോബൽ ക്ലയന്റ് ആണ്, US ആണ്, അല്ലെങ്കിൽ റീജിയൻ അനുസരിച്ചൊക്കെ ജോൺ വർക്കിംഗ് അവേഴ്സ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. ടിപ്പിക്കൽ കറന്റ് മൈ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10 മണിക്കാണ്. ആൻഡ് വലിയ വർക്കില്ല, നോർമൽ ഡേ ആണെങ്കിൽ അത് ഒരു 6 മണി, 8 hours ആണല്ലോ ഷിഫ്റ്റ്. അതിൽ ആ hours കൊണ്ട് തീരും. പിന്നെ എന്തെങ്കിലും എക്സ്റ്റൻഡ് വർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആഫ്റ്റർ എന്താ പറയുക ഒരു 1 hour കൂടി ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ടിപ്പിക്കലി അങ്ങനെയാണ്. ചെക്ക് ഇൻ ഒരു 10 മണിക്ക് ചെയ്യും, ചെക്ക് ഔട്ട് ഒരു 8 മണിക്ക് ചെയ്യും. പിന്നെ വർക്ക് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Monday to Friday ആണ്. 10 മണിക്ക് വന്നിട്ട് 8 മണി വരെ. യെസ്. പക്ഷേ 9 മണിക്കൂറായോ? അത് എത്രയാ? 8 മണിക്കൂർ. 8 മണിക്കൂർ ഷിഫ്റ്റ് ആണ് വരുന്നത്. 8 മണിക്കൂർ ഷിഫ്റ്റ് ആണ്. അപ്പം ചെക്ക് ഇൻ 10 മണിക്ക്, ഒരു 8 hours കഴിഞ്ഞ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. EY എനിക്കിത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ EY അകത്ത് തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അതിനകത്ത് തന്നെ. അത് അവരാണോ പേ ചെയ്യുന്നത്, അതോ ഞങ്ങളാണോ പേ ചെയ്യുന്നത്? അതിന്റെ ഒരു ലോജിക്ക് എങ്ങനെയാ? അത് ഇപ്പൊ കറന്റ്ലി എംപ്ലോയീസിന് ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ. ഇപ്പോ ഞാൻ കറന്റ്ലി ഉള്ള, എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഫുഡിൽ ഞാൻ ലഞ്ച് മീലിൽ എന്താ പറയാ, നമുക്ക് 2 ടൈപ്പ് റൈസ് ഉണ്ട്, 3 ടൈപ്പ് കറി ആയിട്ടുണ്ട്, പിന്നെ ഡെസേർട്ട് ഉണ്ട്, പിന്നെ നോൺ വെജ് ഉണ്ട്. എനിക്ക് വെജിനാണെങ്കിൽ ബേസിക്കലി പിന്നെ സലാഡ് ഉണ്ട്. 60 രൂപ സംതിങ് ആണ് വരുന്നത്. ലഞ്ചും ഈവനിങ് സ്നാക്സ് ഒക്കെ അവർ തന്നെ കവർ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഈവനിങ് മോസ്റ്റ് ഓഫ് ദ എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കുഴപ്പമില്ല, കേൾക്കുന്നൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അവർ കവർ ചെയ്യുന്നു. 10 മണിക്ക് നമ്മൾ കയറുന്നു, ടീ കോഫി മെഷീൻ ഒക്കെ എന്തായാലും അതിനകത്ത് തന്നെ ഉണ്ടാവും. എല്ലാം വർക്ക് പ്ലേസിനെ മാക്സിമം കംഫർട്ട് ആക്കാനുള്ള എല്ലാ കാര്യം മാനേജ്മെന്റ് അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പം ഒരു ജോലി രീതി എന്തായിരിക്കും? അതായത് ഇപ്പൊ ക്ലയന്റ് ഫേസിംഗ് ആണെന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ എന്തെങ്കിലും ലിങ്ക്ഡിനിൽ പോയി ക്ലയൻസിനെ തപ്പണോ, അതോ ഓൾറെഡി ക്ലയൻസ് വേറെ ടീം ആൽഫിന്റെ അടുത്ത് കൊണ്ടുവന്ന് തരികയാണോ? ആ കാര്യത്തിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ സ്പെസിഫിക്കലി ബിസിനസ് കൺസൾട്ടിങ് ആണല്ലോ. അപ്പോൾ ഓരോ റോൾസിനും അത് അവരുടെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പോൾ കറന്റ് ഞാൻ സീനിയർ കോണാണ്. അതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ അനലിറ്റിക്സ് അസോസിയേറ്റ് ആണ്, അനലിറ്റിക്സ്, പിന്നെ അങ്ങനെ സീനിയർ അനലിറ്റിക്സ്, കൺസൾട്ടന്റ്, സീനിയർ കൺസൾട്ടന്റ്, മാനേജർ, അങ്ങനെ ഓരോ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഓരോ ലെവൽസിലും എക്സ്പെക്ടേഷൻസ് വ്യത്യാസമുണ്ട്. സ്പെസിഫിക്കലി ബിസിനസ് കൺസൾട്ടിങ്ങിലാണെങ്കിൽ ടെക്നോളജി കൺസൾട്ടിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ ക്ലയന്റ് ഫേസ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓൾറെഡി ഇപ്പൊ എനിക്ക് ക്ലയന്റിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്ന് കരുതി എനിക്ക് ചെയ്യേണ്ടെന്നില്ല, ചെയ്ത് എനിക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം അപ്പോൾ ഞാൻ ടീമിന് പ്രോഫിറ്റ് കൊണ്ടുവരാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് അതിന് റെക്കഗ്നിഷൻ കിട്ടും, പുതിയൊരു പ്രൊമോഷനും അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ കറന്റ്ലി എൻ്റെ വർക്ക് വരുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ക്ലയൻസിന്റെ എന്താ പറയുക, എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാം, അവരുടെ ഇഷ്യൂസ് പിൻ പോയിന്റ് എങ്ങനെ സോൾവ് ചെയ്യാം. ഇപ്പോൾ സ്പെസിഫിക്കലി ഞാൻ CX വർക്ക് ചെയ്യണം, CX ട്രാൻസ്ഫോർമേഷനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവരുടെ
ചാലഞ്ചസ് കണ്ടുപിടിച്ച് അവർക്ക് ബെറ്റർ എങ്ങനെ ടെക്നിക്കലി സപ്പോർട്ട്, കാരണം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, അപ്പോൾ ടെക്നിക്കലി അവരുടെ വർക്ക് ഫ്ലോസ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം ബെറ്റർ ആയിട്ട്. പിന്നെ ജെൻഐ സെക്ടറിലാണ് വർക്ക് ചെയ്യണം, അപ്പോൾ ജെൻഐ അല്ലെങ്കിൽ LLM അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ അവർക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള രീതി ഫോക്കസ്ഡ് ഏരിയ ആണ് എൻ്റെ വർക്കിംഗ്. ഇപ്പം ആൽഫിന്റെ അടുത്ത് വരുമ്പം ഈ ക്ലയൻസ് ഓൾറെഡി കൺവേർട്ടഡ് ആണോ? ഓൾറെഡി കൺവേർട്ടഡ് ആണ്, എന്നിട്ട് അവരായിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും ആൽഫിൻ ഒന്ന് പുഷ് ചെയ്യണേ. എന്തൊക്കെയാണ് അവർ റിക്വയർമെന്റ്സ് മനസ്സിലാക്കിയിട്ട് അതാണ് ചെയ്യണത്. സോ ഇപ്പൊ എൻ്റെ ലെവലിൽ വരുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ ഓൾറെഡി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെ ലെവലല്ല, കുറച്ചുകൂടി എബോ ലെവൽ ഓർ അങ്ങനെ പറയാൻ തൽക്കാലം. അപ്പോൾ ഓൾറെഡി ക്ലയൻ്റായിട്ട് സംസാരിച്ച് അവരുടെ എന്താ പറയുക ഇഷ്യൂസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കാമെന്നുള്ള ഇതും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് എങ്ങനെ ക്ലയൻറ്റിൻ്റെ കറൻറ്റിലുള്ള ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് ടെക്നോളജിക്കലി എനിക്ക് എങ്ങനെ അത് ബെറ്റർ ആക്കാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇനീഷ്യലി നിങ്ങൾക്ക് ഇതായിരുന്നു ഇഷ്യൂ, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് പ്രശ്നം ഉണ്ടായിരുന്നു, ഇതാണ് നിങ്ങൾ അഡ്രസ് ചെയ്ത ഇഷ്യൂ, കറന്റ് ഇത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ കൺസൾട്ടിങ് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കും. ദെൻ മേ ബി ക്ലയന്റിന് ഇഷ്ടപ്പെടാം, ക്ലയന്റിന് എന്താ പറയുക കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മേ ബി കോൺട്രാക്ട് പോലെ ക്ലയന്റായിട്ട് കോൺട്രാക്ട് ഉണ്ടാവും, ഒരു 6 മാസം 1 വർഷത്തെ കോൺട്രാക്ട് ടിപ്പിക്കലി ദെൻ റിന്യൂ ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ക്ലയന്റിനെ കൺസൾട്ട് ചെയ്തോണ്ടിരിക്കും അവരുടെ വരുന്ന ഇഷ്യൂസുകളിൽ. ഈ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ ക്ലയന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ EY പോലത്തെ ഒരു കമ്പനിയിൽ ക്ലയന്റ് ആണെങ്കിൽ മറ്റേ 10,000 കണക്കിന് കോടിയുടെ ടേൺ ഓവർ ഒക്കെ വേണമെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അത് സത്യമാണോ അതോ കുഞ്ഞു കുഞ്ഞു ക്ലയന്റുകളുണ്ട്? കുഞ്ഞു ക്ലയന്റുകൾ ഏറ്റവും ചെറിയൊരു ക്ലയന്റ് ആരായിരിക്കും? എത്ര ഒരു വലിയ കമ്പനി ആയിരിക്കും? എത്ര ടേൺ ഓവറോ അല്ലെങ്കിൽ എത്ര എംപ്ലോയീസ് ഉള്ള കമ്പനി ആയിരിക്കും? അത് കൃത്യമായിട്ട് നമ്പേഴ്സിന് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് ഇനിയിപ്പം അടുത്തത് നമ്മളിപ്പോ കൺസൾട്ടിങ് ആയി, ഇനിയിപ്പോ നമ്മൾ ഡേ ഇൻ ദ ലൈഫിനകത്ത് രാവിലെ വരുന്നു, 10 മണിക്ക് വരുന്നു, എപ്പോഴാണ് ബ്രേക്ക് ടൈം, എപ്പോഴാണ് ലഞ്ച് ബ്രേക്ക്, എപ്പോഴാണ് അതിനിടയിൽ എന്താ ചെയ്യണേ? മീറ്റിംഗ്സ് തന്നെയാണോ? ഫുള്ള് ഫീൽഡിൽ പോണ്ട് വരാറുണ്ടോ? സോ ഇതും ഓക്കെ. ഇപ്പോൾ കൺസൾട്ടിങ്ങിലാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് അനുസരിച്ച് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇപ്പോൾ ഒരു ക്ലയൻറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ ബേസ്ഡ് ആണ്. ദെൻ ഇപ്പോൾ വർക്കിൽ ഞാനിപ്പോൾ അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്, അത് റിക്വയർമെൻ്റ് ആണ് എൻ്റെ ടൈപ്പ് ഓഫ് വർക്കിൽ. ദെൻ എനിക്ക് പോകേണ്ട ആവശ്യം വരും, അവരെ ക്ലയൻറ്റ് സൈറ്റിൽ പോകേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ദെൻ മേ ബി പിന്നത്തെ ദിവസം എൻ്റെ ഓഫീസിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുക, പോസിബിൾ ക്ലയൻറ്റ് അനുസരിച്ച്. പിന്നെ ടിപ്പിക്കൽ ഡേ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ടൈം എൻ്റയർലി ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് ലഞ്ചിന് പോകാം, ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് ബ്രേക്ക് എടുക്കാം. ടൈപ്പ് ഓഫ് എൻ്റയർലി ഫ്ലെക്സിബിൾ, ഒരു ഫിക്സഡ് ടൈമിംഗ്സ് ഒന്നുമില്ല, ഫിക്സഡ് ടൈംസ് ഒന്നുമില്ല. പക്ഷെ ലഞ്ച് സർവ് ചെയ്യുന്ന ഒരു 12:15 ഒടുങ്ങി വരെയാണ്, അതുകൊണ്ട് 1:30 വരെയാണ്. അപ്പോൾ ആ സമയം കൃത്യമായിട്ട് പോകും. ആ സമയത്ത് പോയി കിട്ടത്തില്ല, ആ സമയത്ത് പോയി തീർന്നു പോകുന്നത്, പിന്നെ പുറത്ത് കേൾക്കേണ്ടി വരും. സ്നാക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ലഞ്ച് എല്ലാം നല്ല കോംപ്രഹെൻസീവ് ആയിട്ട് പറഞ്ഞു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലോ പക്ഷെ ലഞ്ച്, നമ്മുടെ നാടൻ സാധനം മിക്സ്ഡ് ആണ്. കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നാടൻ സാധനങ്ങൾ, കൊച്ചിയിൽ അതും സ്റ്റേറ്റ് സ്പെസിഫിക് ആയിരിക്കും. കൊച്ചിയിലാണെങ്കിൽ കുറെ കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറും പിന്നെ അവർക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് എൻറ്റയർലി നമുക്ക് സ്പെസിഫിക്, ഇപ്പൊ നമുക്ക് റൈസ് ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, മറ്റേ മട്ടരി ഒന്നും കിട്ടില്ല പറയുകയാണെങ്കിൽ. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പിന്നെ ഈവനിങ് എന്താ? ഞാൻ ഒരു റീൽ കണ്ടു, ആരോ എന്തോ ഈ മറ്റേ ചാട്ട് പാനിപൂരി ഒക്കെ EY കിട്ടുന്നുണ്ട്. EY വേറെ കമ്പനിയാണോ എനിക്ക് ഓർമ്മയില്ല. ഈ സ്പെസിഫിക് ഒക്കേഷനിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ കുറെ കൾച്ചറൽ ഇവന്റുകൾ ഉണ്ട്, കുറെ പ്രോഗ്രാംസ്, അങ്ങനെ സ്പെസിഫിക് ഇവന്റുകളിൽ കുറെ സാധനങ്ങൾ വരും. പക്ഷെ ഡെയിലി എന്താ പറയുക, ഇപ്പൊ കറണ്ട് ഓഫീസിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഇങ്ങനെ പാനിപ്പൂരി അതൊന്നും ഇല്ല. പക്ഷെ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ, എന്താ പറയുക മസാല ദോശ ഒക്കെ വരാറുണ്ട്. ഇതെല്ലാം പല ഓഫീസുണ്ട്. അപ്പൊ ഇതെല്ലാം അവര് ഓഫീസ് ബേസ്ഡ്, ലൊക്കേഷൻ ബേസ്ഡും പിന്നെ അവരുടെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ടീംസിന്റെ ഒക്കെ അനുസരിച്ചാണല്ലോ. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് വേറെ EY ഇങ്ങനെ കൊടുക്കണം. ഈ ലഞ്ച് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം, സർവിംഗ് ടൈമിൽ പോയാൽ ഭാഗ്യം, അല്ലാണ്ട് സമയം പോയാൽ ലേറ്റ് ആവും. ബാക്കി ദിവസം ശരിക്കും എന്താ ചെയ്യണേ? ജസ്റ്റ് ഗൂഗിൾ മീറ്റുകളാണ് എപ്പോഴും, അല്ലെങ്കിൽ ടീമായിട്ട് കൊളാബറേഷൻസ്? ഇപ്പോൾ ഞാൻ മെയിൻലി എന്താ പറയുക പ്രൊഡക്റ്റ് ബിൽഡിംഗ് ഫോക്കസ്ഡ് ആണ്. ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും സൊല്യൂഷൻ ഓറിയന്റഡ് വർക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോരുത്തർക്ക് നമ്മുടെ ടീമിലുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിന് അവർക്ക് എന്താ പറയുക എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ സഹായിക്കുക. പിന്നെ ഓൾറെഡി എനിക്കും സെറ്റപ്പ് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഓഫീസിലാണ് വർക്ക് ചെയ്യുമെങ്കിൽ പിന്നെ ടീംസിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത കേസുകളാണ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ അല്ലെങ്കിൽ എൻ്റെ മാനേജറായിട്ട് സംസാരിക്കേണ്ടി വരും, എൻ്റെ പാർട്ട്ണറൊക്കെ ആയിട്ടുള്ള കോളുകൾ വരും, പിന്നെ പല ഡെമോ ചെയ്യാനുണ്ടാവും. അപ്പോൾ യെസ്, അപ്പോൾ അങ്ങനെ ടൈപ്പ് അനുസരിച്ച് ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം കോൾസ് ഒഴിവാക്കാൻ പറ്റാത്ത ഡേയിൽ എല്ലാ ഡേയ്സിലും എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്കെഡ്യൂളിൽ ഉണ്ടാവും. 2-3 മീറ്റ്സ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് ഫ്രണ്ട്സല്ല കൊളീഗ്സ് ആയിട്ട് എന്താ പറയുക കൊളാബറേഷനും ഉണ്ട്. യെസ്, കൊളാബറേഷൻ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആൽഫിൻ പറഞ്ഞതനുസരിച്ച് ഈ ഒരു ബോറടി ഉണ്ടാവില്ല എന്ന് തോന്നുന്നില്ല. കാരണം വേറെ വേറെ ക്ലയന്റുകളാണ്, അപ്പൊ വേറെ വേറെ പ്രോബ്ലംസ് ആയിരിക്കില്ലേ. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മളൊരു ജോബ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ് ഒരേ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, റിപ്പീറ്റീവ് ടാസ്കുകൾ ഉണ്ടാവും. അപ്പം ആൽഫിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയത്, അതായത് ഡിഫറെന്റ് ക്ലയൻസ് ആകുമ്പോൾ ഡിഫറെന്റ് പ്രോബ്ലംസ്, ആ പ്രോബ്ലംസിന് ഡിഫറെന്റ് സൊല്യൂഷൻസ്. അപ്പം ആ ഒരു രീതിയിൽ ഒരു മോണോട്ടോണി വരാറുണ്ടോ, അല്ലെങ്കിൽ ഒരേ കാര്യം ചെയ്യുന്നുള്ള മടുപ്പ് എന്തെങ്കിലും വരാറുണ്ടോ? ഇല്ല, അങ്ങനെ വരാറില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ക്ലയൻസ് ആയതുകൊണ്ട് പലർക്കും നമ്മൾ സോൾവ് ചെയ്യാൻ ഡിഫറെൻറ്റ് പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവരുടെയും പ്രോബ്ലംസും എങ്ങനെ നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള കേസൊക്കെ ഡിഫറെൻ്റ് ആണ് എല്ലാ കേസുകളും. ഈ നമുക്ക് ക്ലയന്റിന്റെ പേര് പറയാണ്ടേ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ആൽഫിന്റെ ടീം കൊണ്ടുവന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും? പേര് പറയാണ്ട് കമ്പനിയുടെ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്പെസിഫിക്കലി കസ്റ്റമർ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വേറെ CS ട്രാൻസ്ഫോർമേഷനിൽ തന്നെ AI ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനീസ് ക്ലയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരിലൊക്കെ എന്താ പറയുക പെർസെൻറ്റേജ് വൈസ് പറയാൻ പറ്റില്ല, എന്നാലും അവരിലൊക്കെ ജെൻഐയുടെ കേപ്പബിലിറ്റീസും എങ്ങനെ അവരുടെ വർക്ക് ഫ്ലോ ഒരു ബെറ്റർ പെർസെൻറ്റേജ് മേ ബി സേ 10% വിൽ ബി 2 ലാക്സ്, ബട്ട് 30% സംതിങ് ഒരു 40% സംതിങ് എന്താ പറയുക ഫുൾ ഓട്ടോമേഷൻ അല്ലെങ്കിൽ വർക്ക് ഫ്ലോ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈവൻ കോസ്റ്റ് റവന്യൂയുടെ കേസിൽ റിസോഴ്സ് കട്ടിങ്, നമുക്ക് ഇപ്പോൾ എൻ്റെ ചില വർക്ക് ഫ്ലോസ് നമുക്ക് ഹ്യൂമൻ ആക്ഷൻസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വർക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ചെയ്ത് എന്താ പറയുക കുറേ റിസോഴ്സുകൾക്ക് ബെറ്റർ, ഇപ്പോൾ ഒരാളെ നമുക്ക് വർക്കിൽ നിന്ന് ഫ്രീ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ വർക്കും വേറെ ബെറ്റർ സ്ഥലത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമല്ലോ, ഫോക്കസ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ കുറേ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. കസ്റ്റമർ കെയർ ഏരിയനകത്ത് ജെൻഐയുടെ ഇംപ്ലിമെന്റേഷൻ ആണ് കൂടുതൽ റിസൾട്ട് കൊണ്ടുവന്നത്. യെസ്, ഞങ്ങളുടെ ടീം എൻ്റെ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസ് സെക്ടറിലാണ്. യെസ്, കറന്റ് യെസ്. ഡൊമൈൻ സ്പെസിഫിക് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റ് എന്താ പറയുക നമ്മുടെ ബാങ്ക് സെക്ടറിലുണ്ട്, ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, റീറ്റെയിലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേറെ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഈ സെക്ടറിൽ ഡൊമൈനിലുള്ള സ്പെസിഫിക്കലി കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ ഇഷ്യൂസ് സോൾവ് ചെയ്യാം അതിലാണ് വർക്ക് ചെയ്തത്. അത് കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ. യെസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഈയിടെ ഒരു ഇത് കണ്ടത്, അതായത് നമ്മളൊരു ബിസിനസ്സിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുകയും കസ്റ്റമറിനെ വെക്കുകയും അങ്ങനെയുള്ള റീറ്റെയിൻ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ്സിൽ ഒരുപക്ഷെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആണ് ആൽഫിനും ടീമും കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാലറി പാക്കേജസ് ആണ്. അപ്പം ഈ ആൽഫിന് ഇന്റേൺ ആയിരുന്ന സമയത്ത് ഫസ്റ്റ് ജോബിന് എത്രയായിരുന്നു കിട്ടിയത്, അതോ അത് അൺപെയ്ഡ് ആയിരുന്നോ? പിന്നീട് എങ്ങനെയായിരുന്നു ഈവയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും ഇപ്പൊ 3.5 years ആയില്ലോ ഈവയില്? അപ്പൊ ഓരോ വർഷം ആ ഒരു ട്രജക്ടറി എന്ന് പറഞ്ഞുതരാം. ഐ തിങ്ക് ഇനിഷ്യലി എന്താ പറയുക ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സാലറി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ദെൻ ഐ തിങ്ക് 3 months സംതിങ് അറൗണ്ട് ഐ തിങ്ക് ഫസ്റ്റ് ഇനീഷ്യൽ സാലറി കിട്ടിയത് അറൗണ്ട് 5K സംതിങ് പെർ മന്ത്. ഇന്റേൺഷിപ്പിന് 5,000 രൂപ തുടങ്ങിയത്. യെസ്. ദെൻ ഐ തിങ്ക് നെക്സ്റ്റ് ട്രാൻസിഷൻ വന്നത് അറൗണ്ട് നെക്സ്റ്റ് അടുത്ത ഷിഫ്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് 5 LPO സംതിങ് സ്റ്റാർട്ടഡ്. ഐ തിങ്ക് ഇത് സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ഗുണം ഇതാണ്. കാരണം സ്റ്റാർട്ടപ്പിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈവൻ ഇപ്പോൾ ഞങ്ങൾ ഹയർ ചെയ്യുമ്പോഴും സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്ത ആൾക്ക് ഭയങ്കര ഒരു പ്രയോറിറ്റി ഉണ്ട്. കാരണം ദാറ്റ് മീൻസ് പുള്ളി ഒരുപാട് അറിയാം, കുറേ ഏരിയാസ് അറിയാം. പക്ഷെ ഒരു ഡൊമൈൻസ് അല്ലെങ്കിൽ ഒരു വലിയ MNCയിൽ വർക്ക് ചെയ്തോ ഒരു അങ്ങനത്തെ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കും ചെയ്യാം, ഒരുപാട് എക്സ്പോഷർ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടപ്പിൽ ആയതുകൊണ്ടും ആ സമയത്ത് ഒരുപാട് പഠിക്കാൻ പറ്റിയതുകൊണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടും ഒരു ഗുഡ് പൊസിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റും. ഇവയിലല്ല, ഇത് കോൺട്രാക്ട് സമയത്തുള്ള ഐ തിങ്ക് അറൗണ്ട് കറക്റ്റ്ലി ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 5 to 7 ബെറ്റിംഗ് സംതിങ് ആയിരുന്നു. പിന്നെ ലേറ്റർ ഐ തിങ്ക് ഇപ്പോൾ കറന്റ് പിന്നെ അത് ട്രാൻസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു
10 to 14 or something. And I think ഇതെല്ലാം ബിഗ് വൺസ് ഇവൈ അല്ല ബിഗ് ഫോർ ഇതെല്ലാം ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്, സാലറി പാക്കേജുകളാണ്. അതായത് ഒരു മാസം ഏകദേശം 1 ലക്ഷം 1.25 ലക്ഷം രൂപ കയ്യിൽ കിട്ടും per month. ഓ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വരില്ല. ടാക്സുകൾ ഉണ്ടല്ലോ, ടാക്സ് ഉണ്ട്. ഇതും വേരിയേഷൻ ആണ്. നമ്മുടെ എന്താ പറയാ HRAയും പിന്നെ നമ്മുടെ സാലറി സ്ട്രക്ചർ സ്പെസിഫിക്കലി ഇതനുസരിച്ച് ഡിഫറെന്റ് ആണ് ഓരോരുത്തർക്കും. പിന്നെ ഇതിന് മുകളിൽ ടാക്സുകളുണ്ട്, പിന്നെ നമ്മുടെ പേഴ്സണൽ പ്ലാൻ ഇതൊക്കെ അനുസരിച്ച് മാറാം. ഇപ്പൊ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി ഇപ്പൊ 4 ഇയറിൽ ഇപ്പൊ ഞാൻ സീനിയർ കൺസൾട്ടന്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അറൌണ്ട് കറന്റ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏകദേശം ഒരു 18 to 25 ഇടയിൽ പാക്കേജ് കിട്ടും. 18 to 25 LPA. അപ്പൊ ഒരു മന്ത് ഒരു 2 lakh ഈസിലി നെറ്റ് ചെയ്യും എല്ലാം കഴിഞ്ഞിട്ടും. 2 lakh വരില്ല. 2 lakh വരില്ല. ഇറ്റ് വിൽ ബി ലെസ്. ഓൾഫിന്റെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടായിരുന്നത് 5,000 per month. പിന്നീട് ഇപ്പൊ ടോട്ടൽ എക്സ്പീരിയൻസ് എത്ര ആയത്? ഇപ്പൊ 5 ഇയർ എക്സ്പീരിയൻസ്. 5 ഇയർ എക്സ്പീരിയൻസിന് എൻഡിൽ നമുക്ക് 18 to 25 LPA നമുക്ക് EY പോലത്തെ ഫേമിന് എക്സ്പെക്ട് ചെയ്യാം. യെസ്, യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത് ഇത്ര ഇൻഫോർമേഷൻ ഓൾഫിന്റെ അടുത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓൾഫിനെ വെറുതെ വിടാം. അപ്പം ഇനിയും നമുക്ക് ഇങ്ങനത്തെ ഇൻഡസ്ട്രി സീക്രട്സും ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.